ഖുർആൻ യാത്രയുടെ 3-ാം ദിവസത്തിലേക്ക് സ്വാഗതം. സൂറത്തുൽ ബഖറയുടെ 253-ാം സൂക്തം മുതൽ സൂറത്തു ആലു ഇമ്രാന്റെ 91-ാം സൂക്തം വരെയുള്ള 3-ാമത്തെ ജുസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അള്ളാഹുവിന്റെ മഹത്വം, വിശ്വാസികളുടെ സാമ്പത്തിക ജീവിതത്തിന്റെ വിശുദ്ധി എന്നിവ കേന്ദ്ര പ്രമേയമായി വരുന്ന ഭാഗങ്ങളാണിവ. അള്ളാഹുവിന്റെ പ്രപഞ്ചാധികാരത്തെ വർണ്ണിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ വചനം ആയത്തുൽ കുർസി ഈ സൂറത്തിലെ 255-ാം ആയത്തിലാണ് വരുന്നത്. ദീനിൽ നിർബന്ധിത പരിവർത്തനമില്ലെന്നും സത്യം വ്യക്തമായി കഴിഞ്ഞതാണെന്നും തൊട്ടടുത്ത ആയത്തിൽ പരാമർശിക്കുന്നുണ്ട്. മരിച്ചവരെ എങ്ങനെ ജീവിപ്പിക്കുമെന്ന സംശയത്തിന് പ്രായോഗികമായ മറുപടി അള്ളാഹു കൊടുക്കുന്നതാണ് ഇബ്രാഹിം നബിയുടെയും പക്ഷികളുടെയും സംഭവം വിശദീകരിക്കുന്നതിലൂടെ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. ദാനം നൽകുന്ന ഒരാളെ അപമാനിച്ചാൽ ആ പുണ്യം നഷ്ടപ്പെടുമെന്ന് ദാനത്തിന്റെ മര്യാദ എന്ന വണ്ണം 262-ാം സൂക്തം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചെലവഴിക്കുമ്പോൾ ദാരിദ്ര്യം കാട്ടി നിങ്ങളെ പേടിപ്പിക്കുന്നത് പിശാചാണെന്നും സമൃദ്ധിയാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നതെന്നുമാണ് 268-ാം സൂക്തം സംസാരിക്കുന്നത്. പണമിടപാടുകൾ രേഖപ്പെടുത്തണമെന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂക്തമായ ആയത്തുദ്ദൈൻ വരുന്നത് 282-ാം സൂക്തത്തിലാണ്. നമ്മൾക്ക് താങ്ങാനാകുന്നത് മാത്രം നൽകണേ എന്ന മനോഹരമായ പ്രാർത്ഥനയോടുകൂടിയാണ് സൂറത്തുൽ ബഖറ അവസാനിക്കുന്നത്. ജൂതന്മാരെ കുറിച്ചുള്ള ഭൂരിഭാഗം പരാമർശമായിരുന്നു അൽ ബഖറയിലേതെങ്കിൽ ക്രൈസ്തവരെ കുറിച്ചുള്ള ബഹുഭൂരിഭാഗം പരാമർശങ്ങളും നിറഞ്ഞ സൂറത്തു ആലു ഇമ്രാനിലേക്കാണ് പിന്നീട് നമ്മൾ പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സ്പഷ്ടമായതും അതേസമയം അവ്യക്തമായതുമായ വ്യത്യസ്ത തരം സൂക്തങ്ങളുണ്ടെന്നുള്ള പരാമർശം ഈ സൂറത്തിന്റെ ആദ്യ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അള്ളാഹു ഏകനാണെന്നതിന് മലക്കുകളും അറിവുള്ളവരും സാക്ഷ്യം വഹിക്കുന്നുവെന്ന് 18-ാമത്തെ സൂക്തത്തിൽ വിശദീകരണമുണ്ട്. സമർപ്പിക്കപ്പെട്ട ജീവിതം എങ്ങനെയാണ് അത്ഭുതങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് മറിയം ബീവിയുടേത്. യഹിയാ നബിയുടെ ജനനത്തിലും ഇതാണുള്ളത്. പ്രായം ചെന്നവർക്കും അള്ളാഹു മക്കളെ നൽകുമെന്നും അത് പ്രാർത്ഥനയുടെ കരുത്താണെന്നും 38-ാം സൂക്തത്തിൽ സൂചനയുണ്ട്. ആദം നബി അലൈഹിസ്സലാമയെ പോലെ അള്ളാഹുവിന്റെ ഒരു കൽപ്പന കൊണ്ടുണ്ടായതാണ് ഈസാ നബി എന്നും അതുകൊണ്ട് ഈസാ നബിയിൽ ദിവ്യത്വം ആരോപിക്കുന്നത് തെറ്റാണെന്നും ആദമിന്റെയും ഈസയുടെയും സൃഷ്ടിപ്പ് മുൻനിർത്തി അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം പകൽ വെളിച്ചം പോലെ തെളിഞ്ഞതാണെന്നും അത് നിങ്ങൾക്കാർക്കും നിരാകരിക്കാൻ കഴിയില്ലെന്നും നിങ്ങളുടെ പൂർവ്വവേദങ്ങളിൽ അതിനുള്ള സൂചനയുണ്ടെന്നും വിശദീകരിക്കുകയാണ് ക്രൈസ്തവരെ അഭിസംബോധന ചെയ്ത് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. നിങ്ങൾ പരതി നോക്കിയാൽ നിങ്ങളുടെ മുൻവേദങ്ങളിൽ അതിനുള്ള സൂചന ലഭിക്കുമെന്ന് പരാമർശിച്ചുകൊണ്ട് നമുക്കതിനായി വേണമെങ്കിൽ മുബാഹന നടത്താമെന്ന് പരാമർശിച്ചുകൊണ്ടാണ് ഈ ജുസ് അവസാനിക്കുന്നത്.